ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സഭാജനങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിനീതമായ ഒപ്പുകൈ. ഞങ്ങൾ ഒരു കഥാപ്രസംഗവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇസ്രായേൽ ജനത സത്യദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. യഹോവയായ ദൈവത്തെ വാഴ്ത്തിപ്പാടുക പതിവായിരുന്നു. അവർ ഇങ്ങനെ പാടി: നിത്യനും സത്യനുമാണു ദൈവം, സത്യത്തിൻ പൊൻവേള കാണു ദൈവം, സ്നേഹപരിമളമാണു ദൈവം, കാരുണ്യപാൽ കടലാണു ദൈവം. ഇസ്രായേൽ ജനതയുടെ ദൈവസ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ദിവ്യമായ കഥ, ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നും എടുത്ത വീരോജ്വലമായ ഒരു കഥ. കഥയുടെ പേര് 3 വീരന്മാർ. ഈ കഥ നടക്കുന്നത് എവിടെയാണ്? അങ്ങ് കേരളത്തിലാണോ? അല്ല. ഇങ്ങ് മെൽബൺ ആണോ? അല്ല. സിഡ്നിയിലാണോ? അല്ല. പിന്നെ എവിടെയാണ്? ദൈവവിശ്വാസം വിളിച്ചു ചൊല്ലും കഥ കേട്ടുകൊള്ളി. ബാബിലോൺ രാജ്യത്തു പണ്ടൊരിക്കൽ ഉണ്ടായൊരു കഥ കേട്ടുകൊള്ളി. ആ കാലത്ത് ബാബിലോൺ ഭരിച്ചിരുന്നത് വീരശൂര പരാക്രമിയായിരുന്ന നെബൂഖദ്നേസർ രാജാവായിരുന്നു. ഒരിക്കൽ മഹാരാജാവ് പരിശുദ്ധമായ പാവനമായ ബാബിലോൺ പട്ടണം പിടിച്ചടക്കുവാനായി പുറപ്പെട്ടു. നഗരകവാടം തകർത്തു വേഗം ബാബിലോൺ സൈന്യം കുതിച്ചു കയറി, കോട്ടകളൊക്കെയും ചാമ്പലാക്കി, നാട്ടിലെ വീരന്മാർ കയ്യിലായി. ഇസ്രായേലിലെ യുവാക്കളെ, അംഗവൈകല്യം ഇല്ലാത്തവരും രാജസന്തതികളും കുലീനന്മാരും ബുദ്ധിമാന്മാരുമായ പലരെയും അവർ പിടിച്ചുകെട്ടി ബാബിലോണിലേക്ക് കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കഥയിലെ വീരന്മാരായ ദാനിയേലിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. കില്ലനാണെങ്കിലും ചക്രവർത്തി മൂഢവിശ്വാസിയുമായിരുന്നു. ആ കാലത്ത് ബാബിലോണ്യർ അന്ധവിശ്വാസികളായിരുന്നു. രാജാവാകട്ടെ ദേവന്മാരെ പൂജിക്കുന്നതിന് മുൻപ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, ഒരു വലിയ ബിംബം കാണുന്നില്ലേ? അതും ഒരു സ്വർണ്ണ ബിംബം. ആ ബിംബത്തിന് 60 മുഴം ഉയരവും 6 മുഴം വീതിയും ഉണ്ടായിരുന്നു. ബാബേൽ സംസ്ഥാനത്തിന്റെ മധ്യത്തിൽ സർവശക്തനായ ദൈവത്തെക്കാളും താനാണ് കേമൻ എന്ന മട്ടിൽ തല ഉയർത്തി നിൽക്കുകയാണ് ആ ബിംബം. അങ്ങനെ ഇരിക്കെ രാജ്യം ഒരു ആജ്ഞ വിളംബരം ചെയ്തു: ബാബേൽ നിവാസികളെ, സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ ഏവരും നാം നിർത്തിയിരിക്കുന്ന ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും നമസ്കരിക്കാതെ ഇരുന്നാലോ നാം അവരെ എരിയുന്ന തീച്ചോളയിൽ എറിഞ്ഞു കളയും. ഈ വിളംബരം കാട്ടുതീ പോലെ എങ്ങും പടർന്നു. ജീവൻ കൊതിയുള്ള ഏവരും ഈ കൽപ്പന അനുസരിച്ചു. എന്നാൽ യെരുശലേമിൽ നിന്നും തടവുകാരായി കൊണ്ടുവന്ന ചില യുവധീരന്മാർ രാജാവിന്റെ ഈ കൽപ്പനയെ അനുസരിച്ചില്ല. അവർ രാജാവ് നിർത്തിയിരിക്കുന്ന ആ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചില്ല. ഈ വാർത്ത രാജസേവകന്മാർ രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് കോപം കൊണ്ട് വിറച്ചു. അങ്ങനെയോ? കണ്ണുകൾ തീപ്പന്തമായി മാറി, പല്ലുകളെല്ലാം ഞെരിഞ്ഞമർന്നു, സിംഹത്തിൻ മാതിരി അങ്ങുമിങ്ങും ഗർജിച്ചു കൊണ്ടു നടന്നു മന്നൻ. കണ്ണുകൾ തീപ്പന്തമായി മാറി, പല്ലുകളെല്ലാം ഞെരിഞ്ഞമർന്നു, സിംഹത്തിൻ മാതിരി അങ്ങുമിങ്ങും ഗർജിച്ചു കൊണ്ടു നടന്നു മന്നൻ. ഈ ധൈര്യം അവർക്ക് എവിടെ നിന്നും ആർജിച്ചവര്? അവർക്ക് സേവിപ്പാൻ ജീവനുള്ളൊരു ദൈവമുണ്ടത്രേ. ജീവനുള്ള ദൈവമോ? നാം നിർമ്മിച്ച ദേവന് പുറമെ മറ്റൊരു ദൈവമോ? സത്യമല്ല. കൊട്ടാരം പോലും വിറച്ചുപോയി, കേട്ടവർ ഞെട്ടിത്തരിച്ചുപോയി. പോലെ ജ്വലിച്ചു നിന്നു.
മരിച്ചുപോയി, കേട്ടവർ ഞെട്ടിത്തരിച്ചുപോയി. ബാബിലോൺ വാഴുന്ന മന്നവൻ തീക്കനൽ പോലെ ജ്വലിച്ചു നിന്നു. പ്രഭു, അവർ അങ്ങ് നിർത്തിയിരിക്കുന്ന ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല. നാം നമ്മുടെ കൽപ്പനയെ ധിക്കരിക്കുവാൻ ആരെയും സമ്മതിക്കയില്ല. ഭൃത്യന്മാർ പാപത്തിൽ നിന്നുപോയി, ഇടിയേറ്റ പോലെ അവർ നിന്നുപോയി. ഉടൻ തന്നെ അവരെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ഉത്തരവ്. നിമിഷങ്ങൾ ഓടി മറഞ്ഞു നീങ്ങി, ഉത്കണ്ഠയെങ്ങും നിറഞ്ഞു നിന്നു. 3 യുവാക്കളെ കണ്ടുകിട്ടാൻ ഓട്ടമായി. താമസിക്കാതെ തന്നെ രാജസേവകന്മാർ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവരെ രാജസന്നിധിയിൽ ഹാജരാക്കി. ഒട്ടും ഭയക്കാതെ 3 പേരും സാദരം രാജന്റെ മുൻപിൽ നിന്നു. എന്തു കൽപ്പിച്ചാലും സ്വീകരിപ്പാൻ തയ്യാറെടുത്തവർ നോക്കി നിന്നു. രാജാവ് ആക്രോശിച്ചു. എന്ത്? നാം നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ലേ? ഇല്ല രാജാവേ, ഇല്ല. നിങ്ങൾ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നമസ്കരിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് രാജാവിന്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഇല്ലെങ്കിലും ഞങ്ങൾ തിരുമനസ് നിർത്തിയിരിക്കുന്ന ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല. ആരവിടെ? ഉടൻ തന്നെ ഈ ധിക്കാരികളെ എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയൂ. രാജസേവകർ അവരെ ബന്ധിച്ച് തീച്ചുളയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. തീച്ചുള വീണ്ടും ഉയർന്നു പൊങ്ങി, കാണികളൊക്കെയും കണ്ണുപൊട്ടി. 3 യുവാക്കളും തീക്കനലിൽ ഒത്ത നടുവിൽ വന്നു വീണു. അവർ പിടഞ്ഞ് മരിക്കുന്നത് നേരിൽ കണ്ട് രസിക്കുവാൻ രാജാവും സേവകന്മാരും തീച്ചുളയിലേക്ക് നടന്നു ചെന്നു. രാജാവ് ഭ്രമിച്ച് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെയല്ലയോ ബന്ധിച്ച് തീച്ചുളയിലിട്ടത്? സത്യം തന്നെ രാജാവേ. എന്നാൽ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ കൂടി നടക്കുന്നത് നാം കാണുന്നു. 4ാമത്തെ രൂപം ഒരു ദൈവപുത്രന് സദൃശ്യം. ഇത് കണ്ടു വമ്പനം ചക്രവർത്തി ഇടിയേറ്റ പോലെ ധരിച്ചു നിന്നു. കാണുന്നതൊക്കെയും സത്യയാണോ? സത്യദൈവത്തിന്റെ ലീലയാണോ? രാജാവ് തീച്ചുളയുടെ വാതിൽക്കൽ അടുത്തു ചെന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവർക്ക് തീയുടെ മണം പോലും ഏറ്റിരുന്നില്ല. രാജാവ് ഉണർത്തിച്ചു, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നാം സത്യദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. നിത്യനും സത്യനുമാണു ദൈവം, സത്യത്തിൽ പൊൻവിളക്കാണു ദൈവം, സ്നേഹപരിമളമാണു ദൈവം.